ദേ എല്ലാരും എല്ലാം എടുത്ത് കഴിക്കണം കേട്ടോ. കഴിച്ചു. ആഹാ, നിങ്ങള് കൈയായിട്ട് വന്നോ? ഞങ്ങള് കഴിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ആന്റി ശിവാനി ചേർന്നുണ്ടാക്കിയ ഭക്ഷണത്തിനെ അന്യായ ടേസ്റ്റ് ആയതുകൊണ്ടേ ഞങ്ങളത് പിന്നെ കഴിക്കാന്ന് വിചാരിച്ച് അങ്ങ് മാറ്റിവെച്ചു. വിഷമൊന്നും ഇല്ലല്ലോ അല്ലേ? നിങ്ങളുണ്ടാക്കിയത് കൊള്ളത്തില്ലെന്ന് ഞാൻ നേരത്തെ ഊഹിച്ചായിരുന്നു. അതുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ വേറെ ഓർഡർ ചെയ്തു. അത് നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പരിപാടി? പോയി റെസ്റ്റ് എടുക്കല്ലേ രണ്ടുപേരും? ശിവാനി വാ. ആഹാ, രണ്ടുപേരും കൂടി അങ്ങ് റെസ്റ്റ് എടുക്കാൻ പോവാണോ? വേറെ പരിപാടികളില്ലേ ഇവിടെ? ഇനി എന്താ, നിങ്ങൾ വാങ്ങിച്ചു വെച്ച ഭക്ഷണം കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടെ വിളമ്പി തരണോ? അതൊന്നും വേണ്ട. വിളമ്പി വേണേലും വൃത്തികേടാക്കാൻ മിടുക്കരാ നിങ്ങളെന്ന് മനസ്സിലായി. ഒരു പണി ഏറ്റെടുത്തു കഴിഞ്ഞാ അതിനെ വൃത്തിയായിട്ട് അവസാനിപ്പിക്കണമെന്ന ഒരു മര്യാദ കൂടിയുണ്ട്. അതുകൊണ്ട് വേഗം രണ്ടുപേരും കിച്ചണിലേക്ക് വിട്ടോ. പോയി പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കച്ചല്ലേ. അതൊന്നും നടക്കില്ല. കുക്ക് ചെയ്യാവുന്ന മാത്രമേ ഞങ്ങൾ ഏറ്റിട്ടുള്ളൂ. അതെ, കുക്കിംഗ് കഴിഞ്ഞ് ഞങ്ങളുടെ ഡ്യൂട്ടിയും കഴിഞ്ഞു. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അതില് കിച്ചൺ വൃത്തിയാക്കൽ ഉൾപ്പെടെ എല്ലാം കാണും. അതാണ് അതിന്റെ ഒരു ചിട്ട, അല്ലടാ പ്രണവേ? പിന്നല്ലാതെ അടുക്കളയിലേക്ക് നമ്മൾ കയറുമ്പോ അടുക്കള എങ്ങനെ കിടന്നോ അതുപോലെ ക്ലീൻ ആക്കിയിട്ട് വേണം അവിടെ നിന്ന് ഇറങ്ങാൻ.